നിങ്ങൾ ഒരാളെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാവുകയോ അവരെ ചെറുതാക്കുകയോ ചെയ്യുന്ന രൂപത്തിലുണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ സ്ഥലത്തും വളരെ കർശനമായി പറയുന്നതാണ്, നിങ്ങളെ ഇങ്ങനെ തക്ബീറൊക്കെ ചൊല്ലിക്കൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ആവേശമൊന്നും ആരും ഉണ്ടാക്കണ്ട, അതിൻ്റെ ഒരു ആവശ്യമില്ല. എനിക്ക് നിങ്ങൾ തക്ബീർ ചെല്ലിയാലും ചെല്ലിയില്ലെങ്കിലും രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം തക്ബീർ ചെല്ലിയതുകൊണ്ട് ഞാൻ വലുതാവാനും പോണില്ല, തക്ബീർ ചെല്ലാതിരുന്നതുകൊണ്ട് ഞാൻ ചെറുതാകാനും പോണില്ല. അപ്പോൾ അതുകൊണ്ട് അത് ആ നിലക്ക് മതി എന്നുള്ളതാണ് എല്ലാവരോടും ആദ്യമായി ഉണർത്താറുള്ളത്. മറ്റൊന്ന്, ഒരു വലിയ സമ്മേളനമൊക്കെ നടക്കുമ്പോൾ ആ സദസ്സ് എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ ഒരു സമ്മേളനമാകുമ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ട സുന്നത്ത് ജമാഅത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ സദസ്സിൽ മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ മുഖദ്ദസായ അർവാഹുകളൊക്കെ പങ്കെടുക്കും. ഏതായാലും ഇവിടെ കുറേ ആളുകൾ പങ്കെടുത്തിട്ടുണ്ടല്ലോ, മുഅ്മിനീങ്ങളായ ആളുകൾ, ഇവരെ കൂടുതൽ ഔലിയാക്കന്മാരുണ്ടാവും, അതിൽ യാതൊരു സംശയമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ എല്ലാം പുറമെ നമ്മളെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത, അത് നമ്മളെ കണ്ണ് കാണാൻ പറ്റിയ നിലക്കുള്ള കണ്ണല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ കണ്ണിനൊരു പവിത്രത ഉണ്ട്. ആ പവിത്രത ഉണ്ടാക്കി തീർത്താൽ ആ കണ്ണുകൊണ്ട് അള്ളാഹു ഹറാമാക്കിയത് കാണാൻ പാടില്ല, അള്ളാഹു കറാഹത്താക്കിയത് കാണാൻ പാടില്ല, ഖിലാഫുൽ ഔലിയായി നിശ്ചയിച്ചത് കാണാൻ പാടില്ല. ഇതൊക്കെ കാണാത്തൊരു വിശുദ്ധമായ ഒരു കണ്ണാണ് നമ്മളെ കണ്ണു നിൽക്കുക. ആ നിലക്കുള്ള അവയവങ്ങളാണ് നമ്മളെ അവയവങ്ങൾ. ആ നിലക്കുള്ള ഒരു വിശുദ്ധി നമ്മളെ ഹൃദയത്തിന് ഉണ്ടാവുകയും ചെയ്താൽ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഖദ്ദസായ അർവാഹികളെ നമുക്ക് കാണാൻ കഴിയും. ലോകത്തുള്ള സർവ്വ മുഖദ്ദസായ അർവാഹികളും ഒരുമിച്ച് കൂടുന്ന അർവാഹികൾ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ നിങ്ങൾ മനസ്സിലാക്കിയാൽ എനിക്ക് ഇത്ര വലിയ സ്ഥലമൊന്നും ആവശ്യമില്ല. അർവാഹികളുടെ ലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ വിശുദ്ധ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരുടെ ആത്മാക്കൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹുവിൻ്റെ മലായികത്ത് പങ്കെടുക്കുന്നത്, മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാ ഒക്കെ ഈ സദസ്സിൽ നിറഞ്ഞിക്കണം. അപ്പോൾ അത് നമ്മൾ വിശ്വാസം എന്ന് മാത്രമല്ല, അത് വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ലക്ഷ്യക്കണക്കൊണ്ട് നമുക്ക് തെളിയിക്കാൻ കഴിയുന്നതുമാണ്. അതിനെ എതിർക്കാൻ പലരും ഉണ്ടാവും. അവരൊക്കെ എതിർപ്പുകൾ ഉണ്ടായതുകൊണ്ടാണല്ലോ സമസ്തകളുടെ ജമിയത്തിലും അവിടെ രൂപീകരിക്കപ്പെട്ടത് തന്നെ. ഇവിടെ ബിദഈ പ്രസ്ഥാനങ്ങൾ വരും, ഇവിടെ കള്ള തെരീഖത്തുകാരുണ്ടാവും, അവരൊക്കെ ഇതുപോലുള്ള സംഗതികളൊക്കെ അവർ എതിർക്കുന്നവരായി. അപ്പോൾ അത് ലക്ഷ്യങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. വളരെ ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത വളരെ ശക്തമായ ലക്ഷ്യങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഇവിടെ മുഖദ്ദസായ അർവാഹികളൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് ഇത്. ബഹുമാനപ്പെട്ട ശൈഖുന തന്നെ പല ഉറൂസുകളിൽ നിന്നൊക്കെ മൂപ്പർ അങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. ശൈഖുന സംശുലമായ ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് തങ്ങളങ്ങനെ പറയലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സദസ്സിനിക്കൊരു പ്രൗഢി, ഒരു ബഹുമാനം, ഒരു ആദരവൊക്കെ ഉണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ഈ സദസ്സിൻ്റെ ആ ബഹുമാനത്തിനോട് ആദരവിനോടൊക്കെ എതിരായ ഒന്നും സംസ്ഥകളുടെ ജമിയത്തുൽ ഉലമയുടെ ആളുകളിൽ നിന്നോ അല്ലെങ്കിൽ സുന്നി വിശ്വാസമുള്ളവരിൽ നിന്നോ ഉണ്ടാവാൻ പാടുള്ളതല്ല എന്നാണ് ആദ്യമായി എല്ലായിടത്തും. ഒരു സുന്നി വിശ്വാസക്കാരനാണെങ്കിൽ അങ്ങനെയാണ്, അവന് വിശ്വാസം ഉണ്ടാവുമല്ലോ. ഇവിടെ മഹാന്മാരുണ്ടാവും, നമ്മൾ ഈ കാണുന്ന ആളുകളൊന്നുമല്ല. ഈ കാണുന്ന ആളുകളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 15 കാര്യങ്ങൾ എൻ്റെ ഉമ്മത്തുകൾ ചെയ്യൽ തുടങ്ങിയാൽ, അങ്ങനെ കുറേ 15 കാര്യങ്ങൾ റസൂൽ എണ്ണി. ഞാനിപ്പോൾ ആ കാര്യങ്ങളൊന്നും എണ്ണല്ല. അതിൽപ്പെട്ട ഒന്നാണ് ലഅനു ആഖിറു ആദിൽ ഉമ്മ അവ്വലഹ. അതിന് പല വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഒരു വ്യാഖ്യാനമാണ് ഞാൻ പറയുന്നത്. ലഅനു ആഖിറു ആദിൽ ഉമ്മ, ഈ ഉമ്മത്തിലുള്ള ഓരോ കാലഘട്ടത്തിലും ആ ഉമ്മത്തിലുള്ള അതിൻ്റെ പിന്നിരയിൽ നിൽക്കുന്ന ആളുകൾ അവർ അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ആളുകളെ എന്താക്കുക, ശപിക്കുകയാണ്. അപ്പോൾ മുൻനിരയിൽ നിൽക്കുന്ന ആളുകളെ പിന്നിരയിൽ നിൽക്കുന്ന ആളുകൾ ശപിക്കണ ഒരു കാലഘട്ടം വന്നാൽ ആ കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഹല്ല ബിഹിം അൽ ബലാ എന്ന് മാത്രമല്ല ഫർതഖിബൂ റിഹൽ അംറാദ്. അപ്പോൾ ചില ചുവന്ന കാറ്റൊക്കെ വരാൻ പോകുന്നതാണ് പറയണത്. അപ്പോൾ അത് നിങ്ങൾ പ്രതീക്ഷയോടെ ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെയൊക്കെ ബഹുമാനവും ആദരവൊന്നും നിങ്ങൾക്കാർക്കും ഇല്ലാതെ വെക്കുക. എന്നാലും നിങ്ങളൊക്കെ ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ട ചില ആളുകളൊക്കെ ഈ സദസ്സിലുണ്ട്. മഹത്തുക്കളാവുന്ന അല്ലാഹുവിൻ്റെ അമ്പിയാക്ക് അവരുടെ മുഖദ്ദസായ അർവാഹികളുണ്ട്, അല്ലാഹുവിൻ്റെ ഔലിയാവിൻ്റെ മുഖദ്ദസായ അർവാഹികളുണ്ട്.
മലായിക്കത്തിൻ്റെ മുഖദസ്ഥായ അർവാഹുകളൊക്കെ ഇവിടെ ഉണ്ട്. അവരെ കാണാൻ നമുക്ക് കഴിയണില്ല. എന്താ കാരണം? ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ കണ്ണ് അവരെ കാണാൻ പറ്റിയ നിലക്കുള്ള ഒരവസ്ഥയിലല്ല ഉള്ളത്. ആ നിലക്ക് കണ്ണിക്ക് വിശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ നമ്മൾക്ക് കാണാൻ കഴിയും. അപ്പം അവരോടൊക്കെ ഉള്ള ഒരു അനാദരവ് ഒരിക്കലും ഇതുപോലുള്ള സദസ്സുകളിൽ നിന്നും നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് ആദ്യമായി കൊണ്ട് എല്ലാവരും ഉണർത്തുകയാണ്. ഞാൻ അധികം പ്രസംഗിക്കല്ല, ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ഇനി യാത്ര ചെയ്യാനുള്ളതാണ്. അപ്പോൾ തങ്ങൾ ഉദ്ഘാടനത്തിൻ്റെ മുമ്പ് ഞാൻ ഒരു അധ്യക്ഷ പ്രസംഗം നടത്താൻ ഞാൻ ഉദ്ദേശിച്ചതുമല്ല, പിന്നെ വിളിച്ചപ്പോൾ അങ്ങനെ ചെയ്യാതെ മാത്രം. അപ്പോൾ ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കണം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനം, അത് വിശുദ്ധമാവുന്നതായ ദീൻ, അതായത് ഇസ്ലാം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ കൊണ്ടുവന്നതല്ല ഇസ്ലാം എന്നുള്ളത്. അത് മുൻകഴിഞ്ഞ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള സർവ്വ അമ്പിയാക്കന്മാരും അവരൊക്കെ അടിസ്ഥാനപരമായി ഇവിടെ അവർ പ്രചരിപ്പിച്ചത് വിശുദ്ധമാവുന്നതായ ഇസ്ലാമിനാണ്. അതാണ് ഇന്ന ദീന ഇൻദല്ലാഹി ഇസ്ലാം റദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയാൻ കാരണതാണ്. കാരണം അള്ളാഹു ഇഷ്ടപ്പെട്ടതായ ദീന് അത് ഇസ്ലാമാണ്. അപ്പോൾ അടിസ്ഥാനപരമായി അമ്പിയാക്കന്മാർ തമ്മിൽ യാതൊരു എതിർപ്പുകളും ഒരു വ്യത്യാസവുമില്ല. അൽ അമ്പിയാവും ഔലാദും അല്ലാത്തീന്നാണ്. അവർ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. അവരിവിടെ പ്രചരിപ്പിച്ചതും അവരിവിടെ പ്രബോധനം നടത്തിയതൊക്കെ വലിയ ഒരു ആശയമാണ്. അള്ളാഹു ഏകനാണ്, നിയോഗിക്കപ്പെടുന്ന പ്രവാചകൻ അള്ളാഹുവിൻ്റെ റസൂലാണ്. പിന്നെ അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് മരണാനന്തര ജീവിതം, ഖബറിലുള്ളതായ സുആല് തുടങ്ങിയ മഹ്ശറ, സ്വർഗം നരകം തുടങ്ങിയ പല കാര്യങ്ങളെ സംബന്ധിച്ച് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ ശരീഅത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഓരോ ജനങ്ങൾക്കും അവരുടെ ആ പ്രദേശം, അവരുടെ ആ പ്രകൃതി സ്വഭാവമൊക്കെ മനസ്സിലാക്കിയിട്ടായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻകഴിഞ്ഞ സർവ്വ അമ്പിയാക്കന്മാരിലേക്കും ശരീഅത്തിനെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ആ ശരീഅത്ത് ചിലപ്പോൾ ചില നബിമാർക്കൊക്കെ ഒരേ ശരീഅത്ത് തന്നെ ആവാം. ചിലപ്പോൾ ഒരു നബിൻ്റെ കാലഘട്ടത്തിൻ്റെ ശേഷം പിന്നെ ആ ശരീഅത്ത് നിലനിന്നോണമെന്നില്ല. അതിനൊരു നിശ്ചയിക്കപ്പെട്ട ചില അവധികളുണ്ടാവും. ആ അവധികൾ എത്തിക്കഴിഞ്ഞാൽ ആ ശരീഅത്തിനെ ദുർബലപ്പെടുത്തപ്പെടും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബിഅ്സത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മനുഷ്യവർഗത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തമ്മത്ത് കലിമത്ത് റബ്ബിക സിദ്ഖൻ വ അദ്ല, ഒരു പൂർണ്ണമായ ഒരു ശരീഅത്ത്. ഈ ശരീഅത്തിൽ യാതൊരു നിലക്കുള്ള അപൂർണതയില്ല. ആര് എതിർത്താലും പലരും പല അപൂർണത ഉണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടാനും ഒക്കെ പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും ഈ ശരീഅത്ത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അത് വളരെ സാദിഖത്താവുന്നതായ ശരീഅത്താണിത്. ഇത് വളരെ നീതിപൂർവ്വമുള്ള ശരീഅത്തുമാണ്. അപ്പോൾ വളരെ സത്യസന്ധമായ, അതോടൊപ്പം നീതിയല്ലാത്ത ഒന്നും ഈ ശരീഅത്തിലില്ല. അതുകൊണ്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വിശുദ്ധമാവുന്നതായ ഇസ്ലാം അത് ഇവിടെ മറ്റുള്ളതായ ജനങ്ങളോട് പെരുമാറേണ്ട രീതി എങ്ങനെയെന്നുള്ളത് കൽപ്പിച്ചു. മുസ്ലിമിനോട് കൂടിയുള്ള രീതികൾ, മുസ്ലിം അല്ലാത്തവനോടുള്ള രീതികൾ, വലിയവനോടെങ്ങനെ, ചെറിയവനോടെങ്ങനെ. അപ്പോൾ ഈ രാജ്യത്ത് ഒരു നിലക്കുള്ളതായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ സൗമ്യമായ നിലക്ക് ജനങ്ങളിടയിൽ സന്തോഷവും അങ്ങനെയല്ലേ. ബാബു റഹ്മത്ത്, പിന്നെ ഇമാം ബുഖാരി തങ്ങൾ തന്നെ റഹ്മത്തിന്നാസി വൽ ബഹായിം റഹ്മത്തിന്നാസി വൽ ബഹായിം അവർ അധ്യായത്തിൻ്റെ ആ തലക്കെട്ട് തന്നെ കൊണ്ടുവന്നത്. ആ മനുഷ്യന്മാരോട് കരുണ കാണിക്കണം, വൽ ബഹായിം മൃഗങ്ങളോടും വേണമെന്നാണ്. അങ്ങനെ ഈ ലോകത്തുള്ള സർവ്വ അള്ളാഹുവിൻ്റെ മഖ്ലൂഖാത്തുകളോടും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് വിശുദ്ധമാവുന്ന ഇസ്ലാം അത് ശരിക്കും വരച്ചു കാണിച്ചു. നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനത്തെ ഒരു മതം ഇവിടെ ഈ ലോകത്തുണ്ട്. മതം എന്ന് പറഞ്ഞാൽ എന്താ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ വളഉൻ ഇലാഹിയായ ഒരു വിഷയമാണ്. സായിഖുൽ ലിദവിൽ ഉഖൂൽ ഇലാ മാ ഹുവ ഖൈറുൻ ലഹും ബിദ്ദാത്ത്, ബുദ്ധിയുള്ള ആളുകളെ അവർക്ക്, അതായത് മനുഷ്യവർഗത്തിന്, ഇലാ മാ ഹുവ ഖൈറുൻ ലഹും ബിദ്ദാത്ത്, അവർക്ക് ദുന്യവിയായും ഉഖറവിയുമായും ഒക്കെ എല്ലാ നിലക്കുള്ള ഗുണത്തിലേക്കും അവരെ തെളിച്ചു കൊണ്ടുപോകണം ഒന്നാണ് മതം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഭൗതികമായുള്ള സുഖങ്ങൾ ഹൈറിലേക്ക് നമ്മളെ തെളിച്ചു കൊണ്ടുപോകണം, അതാണ് മതം എന്ന് പറയുന്നത്. ഉഖറവിയാവുന്നതായ ഗുണങ്ങളിലേക്ക് നമ്മളെ തെളിച്ചു കൊണ്ടുപോകണം, അതാണ് ദീൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഈ ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹു അവതരിപ്പിച്ച ഈ ദീൻ
അത് മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാർക്കുള്ള തുടർച്ച തന്നെയായിരുന്നു. പക്ഷെ അവരിലേക്ക് അടിസ്ഥാനപരമായി അവരിവിടെ പ്രബോധനം ചെയ്തത് തന്നെ റസൂലും പ്രബോധനം ചെയ്തത്. ശരീഅത്തിന് വ്യത്യാസമുണ്ട്, മറ്റുള്ള അമ്പിയാക്കന്മാരുടെ ശരീഅത്തല്ല. കാരണം ഈ ഉമ്മത്തിലേക്ക് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാവണ ഉമ്മത്തിലേക്ക് പ്രായോഗികമാവുന്ന ഒരു ശരീഅത്തിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അള്ളാഹു അവതരിപ്പിച്ചത്. ഈ ശരീഅത്തിൻ്റെയും ഈ അഖീദൻ്റെയും ശരിയായ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് മനസ്സിലാക്കിയത്. അത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിച്ചത്. അവരെ ഭരണങ്ങളൊക്കെ അങ്ങനെയല്ലേ. മഹാന്മാരാവുന്ന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണം പരിശോധിച്ച് നോക്ക്. ആ ഖിലാഫത്ത് കാലത്തുണ്ടായ അവരുടെ ഫത്വകളും അവരുടെ വിധികളൊക്കെയാണ് മഹാനാവുന്ന അയിമ്മത്ത് മശായിഖന്മാർ അവരുടെ മദ്ഹബിക്ക് അടിസ്ഥാനപരമായി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിൻ്റെ കൂടെ അവർ അടിസ്ഥാനപരമായി അവർ ഉപയോഗപ്പെടുത്തിയ രേഖകളതായിരുന്നു. ഉമർ ബിൻ ഖത്താബിൻ്റെ ഭരണം, അലി ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ ഭരണം, അലി റളിയല്ലാഹു ഇങ്ങനത്തെ ഈ മഹാന്മാരുടെ ഒക്കെ ഭരണം കാലത്തുണ്ടായ മതവിധികൾ, അവരുടെ അവരുടെ കാലത്തുണ്ടായ അവരുടെ ഖവാഇകളും അവരുടെ ഫത്വകളൊക്കെയാണ് മഹാന്മാരാവുന്ന ഇമ്മത്ത് വിശുദ്ധ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെയും കൂടെ അവരെ മദ്ഹബിനിക്കൊക്കെ ഇമാം മാലിക് തങ്ങളാണെങ്കിലും ഇമാം അബൂ ഹനീഫ തങ്ങളാണെങ്കിലും ഇമാം ഷാഫിഈ തങ്ങളാണെങ്കിലും അഹ്മദ് ബിൻ ഹംബൽ ഇവരൊക്കെ ആധികാരികമായി ഉപയോഗപ്പെടുത്തിയത് അതാണ്. കാരണം റസൂലുള്ളാഹി അങ്ങനെയാണ് പഠിപ്പിച്ചത്. അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇ റാഷിദീനൽ മഹ്ദിയ്യീന, എൻ്റെ സുന്നത്ത് കൊണ്ട് പിടിച്ചോളി എന്ന് പറഞ്ഞ് മതിയാക്കിയില്ല. ഖുലഫാഉ റാഷിദീങ്ങളെ സുന്നത്തും അവരും വിശുദ്ധ ഖുർആനെയും എൻ്റെ സുന്നത്തിനെയൊക്കെ വ്യാഖ്യാനിക്കാൻ അർഹരാണ്. അവരുടെ ആ വ്യാഖ്യാനങ്ങളും മറ്റും അനുസരിച്ചാവണം നിങ്ങൾ എന്താവേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. അവന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഈ ശരീഅത്ത് അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിൽക്കേണ്ട ശരീഅത്താണ്. ആ ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വള്ളിക്കും പുള്ളിക്കും ഒരു നിൽക്കുന്ന വ്യത്യാസമില്ലാത്തവർക്ക് അതിവിടെ സംരക്ഷിക്കപ്പെടുന്ന വിശുദ്ധ ഖുർആൻ്റെ പ്രഖ്യാപനം ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ശരീഅത്തിൻ്റെ സംരക്ഷണത്തിനക്ക് ആവശ്യമായ നിലക്കുള്ള സംവിധാനങ്ങൾ ഞാനിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ സംവിധാനത്തിൽപ്പെട്ട ഒന്നാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ശരീഅത്തിനെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ സംരക്ഷിച്ചുകൊണ്ട് വന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അവരുടെ മഹാന്മാരാവുന്ന സഹാബത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഇവിടെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. താബീങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അയിമ്മത്തുൽ അർബഅത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ അത് ഇത്രമാത്രം കടുപ്പല്ലെങ്കിലും അതിനൊക്കെ അവർ എതിർത്തിട്ടുണ്ട്. പക്ഷെ അവരുടെ അടിസ്ഥാനങ്ങളെ പൂർണ്ണമായി പിൻപറ്റിക്കൊണ്ട് പിന്നീട് വന്നതായ ചില വിഭാഗങ്ങൾ, ആ വിഭാഗങ്ങൾ അത് നമ്മളെ കേരളത്തിലേക്കും 1921 ശേഷം അത് ശക്തമായി ഇവിടെ വന്നപ്പോൾ അങ്ങനെ അതിനെ തുടർന്ന് പിന്നെ പല വിദഈ പ്രസ്ഥാനങ്ങളും ഇവിടെ വന്നു. അപ്പോൾ വിശുദ്ധമാവുന്ന ഈ ശരീഅത്തിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന സംവിധാനം അള്ളാഹു ഉണ്ടാക്കുന്ന അള്ളാഹു പറഞ്ഞതാണ്. ആ സംവിധാനത്തിൽപ്പെട്ട ഒന്ന് തന്നെയാണ് മഹാന്മാരാകുന്ന അന്ന് ജീവിച്ചിരിക്കുന്ന മശായിഖന്മാർക്ക് അള്ളാഹുവിൻ്റെ സാലിഹ്യങ്ങളാവുന്ന ഇബാദിൻ്റെയൊക്കെ അവർക്ക് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്, അള്ളാഹുവിലേക്ക് ഇൽഖാഹ് ചെയ്യാണ്. ഒരു സംഘടനാ രൂപത്തിലുള്ളതായ ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ഈ വിദഈ ആശയങ്ങളെ എന്താക്കണം, പ്രതിരോധിക്കണം. മഹാന്മാരാവുന്ന ഇമ്മത്ത് മശായിഖന്മാർ അവരുടെ കാലഘട്ടത്തിൽ അവർക്ക് ഒരാൾ മാത്രം മതിയായിരുന്നു അത് ഇതിനെ പ്രതിരോധിക്കാൻ. പക്ഷേ പിന്നീടുള്ള കാലഘട്ടത്തിൽ അത് മതിയാവാതെ വന്നപ്പോഴാണ് ഒരു സംഘടിതമായുള്ള പ്രതിരോധത്തിന് ആവശ്യമാവുന്ന സംവിധാനം അന്ന് ജീവിച്ചിരുന്ന മഹത്തുക്കളാവുന്ന പണ്ഡിതന്മാർ അവർ കൂടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലെയുള്ള മഹത്തുക്കളാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാവുന്ന സാധാത്തുക്കൾ, അതുപോലെ തന്നെ മഹാനാവുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തുടങ്ങി മഹാനാവുന്ന ഷെയ്ഖുന ശംസുൽ അടക്കമുള്ള അന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അന്നും അതിന് ശേഷമൊക്കെ നേതൃത്വം നൽകിയിരുന്ന മഹാന്മാർ അവർ ആലോചിച്ച് തീരുമാനിച്ചതാണ് ഒരു സംഘടന വേണമെന്നുള്ളത്. അങ്ങനെ രൂപീകരിക്കപ്പെട്ടതാണ് ഈ സംഘടന എന്നുള്ളത്. അപ്പോൾ ഈ സംഘടന അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംഘടനയാണ്. അള്ളാഹുവിൻ്റെ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാ ഇഷ്ടപ്പെട്ട സംഘടനയാണ്. അള്ളാഹുവിൻ്റെ ഔലിയാ ഇഷ്ടപ്പെട്ട സംഘടനയാണ്. അവരൊക്കെ ഈ സംഘടന വിഭാവനം ചെയ്യുന്ന ആ ആശയാദർശത്തിൽ ജീവിച്ചവരുമാണ്. അപ്പോൾ ഈ സംഘടന ഇവിടെ നിലനിൽക്കുക എന്നുള്ളത് വിശുദ്ധമായ ദീൻ ഇവിടെ നിലനിൽക്കാൻ ആവശ്യമായ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും എപ്പോഴും ഈ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ പ്രസ്ഥാനത്തിനെ അതിനെ ശക്തിപ്പെടുത്താനും
അതിൻ്റെ ആശയാദർശങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കാറുണ്ട്. അതിൻ്റെ അഖീദകൾ വളരെ വിശുദ്ധമായ അഖീദയാണ്. അതിൻ്റെ ആചാരങ്ങൾ, അതിൻ്റെ അനുഷ്ഠാന കർമ്മങ്ങൾ, ഇതൊക്കെ വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ സ്ഥിരപ്പെടപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനത്തെ ഈ കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് ചിലപ്പോൾ ചില ആവശ്യമില്ലാത്ത നിലക്കുള്ള ചില വസ്വാസുകളൊക്കെ പലരും നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാക്കി തീർക്കും. ചിലപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ മറഞ്ഞ കാര്യം അത് അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ, ആയാലും ഇല്ല അള്ളാഹല്ലേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെ അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്ക് അറിയൂ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. അത് ആ ആയത്തിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാത്തതുകൊണ്ട് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാ മറഞ്ഞ കാര്യം അവർക്കറിയാം, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്കറിയാം. അത് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ അറിയിച്ചു കൊടുത്തിട്ട് അറിയാമെന്നല്ല, അറിയിച്ചു കൊടുത്തിട്ട് എല്ലാം അറിയുള്ളൂ. ഇപ്പോൾ ഇത് ബൈക്കാണെന്ന് എനിക്ക് അള്ളാഹ് അറിയിച്ചിപ്പോൾ തരുമ്പോൾ എനിക്കിത് മനസ്സിലാവും. അപ്പം അറിയിച്ചു കൊടുത്തിട്ടേനെല്ലാം. പക്ഷേ അവരെ കൈവശം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരവരെ ഈമാനിനെ വികസിപ്പിച്ചെടുത്തപ്പോൾ അതിനെ മനസ്സിലാക്കാനുള്ള പ്രത്യേകമാവുന്ന ഒരു ആയുധം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാധ്യമം അവരെ കൈവശം. അത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് നമ്മൾ പറഞ്ഞോളൂ. അവർ ഏതെങ്കിലും നിലക്കുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അത് മാധ്യമങ്ങൾ ചിലർ ഉപയോഗിക്കുന്നത് ഭൗതികമാവുന്ന മാധ്യമങ്ങളായിരിക്കും. കണ്ടില്ലേ, ഇപ്പോൾ അമേരിക്കയിലൊരു സംഭവം നടക്കുന്നത്, അത് നമ്മളിവിടെ ഇരുന്ന് കാണുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വലിയാവൂല. അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് ഫോണിൽ സംസാരിച്ചു നോക്കുക, എത്രയോ ദൂരത്തുള്ള ആളുകളോട് നമുക്ക് ഫോണിൽ ഇതൊരു ഭൗതികമായ മാധ്യമമാണ്. അവരുപയോഗിച്ചത് ഈ ഭൗതിക മാധ്യമമല്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൽഖീസ് രാജ്ഞിൻ്റെ സിംഹാസനം കൊണ്ടുവരാൻ പറഞ്ഞു. ഏറ്റവും കുറഞ്ഞ നിമിഷങ്ങളെ കൊണ്ട് എത്തിക്കുന്ന ആൾക്കാണ് മൂപ്പർ സമ്മതം കൊടുത്തത്. മഹാനാവുന്ന അലി റളിയല്ലാഹു തആല അൻഹു അവർ കൂഫയിൽ കൂടി നടന്നു വരുമ്പോൾ കൂഫയിലുള്ള ചില സ്ഥലങ്ങളിലേക്ക് ചൂണ്ടിപ്പറഞ്ഞു, ഇതാ വഹുനാക്ക മഖ്തലു ഖഫീ ശുബ്ബാനി മിൻ ആലി മുഹമ്മദ്, റസൂലുള്ളാഹിൻ്റെ കുടുംബത്തിൽപ്പെട്ട പല ചെറുപ്പക്കാരും അവിടുന്ന് കൊല ചെയ്യപ്പെടുന്നു. വഹുനാക്ക ലറായിഹും, അവരെ ഖബറുകളൊക്കെ ഈ ഭാഗത്തായിരിക്കും. ഇത് എങ്ങനെ അലി റളിയല്ലാഹു അൻഹു മനസ്സിലായി? അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ട് തന്നെ. പക്ഷേ അറിയിച്ചു കൊടുക്കൽ മാത്രമല്ല, അത് മനസ്സിലാക്കാനുള്ളതായ പ്രത്യേകമാവുന്നൊരു മാധ്യമം അവരെ കയ്യിലുണ്ട്. ആ മാധ്യമം ഇലാഹിയായ മാധ്യമം, അത് ഉപയോഗിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. ഇതെന്നെ മൊയ്തീൻ ശൈഖ് തങ്ങളും പറഞ്ഞത്, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ കൽബാകത്ത്. അത് കാണാൻ കഴിയുമോ എന്നുള്ളതല്ലേ. അത് കാണാൻ അന്നിൽക്കുള്ളതായ കണ്ണുള്ളവനിക്ക് അത് കാണാൻ കഴിയും. അത് ലോകത്തിൻ്റെ എവിടേക്ക് നോക്കിയാലും കാണാൻ കഴിയും. ഇത് നമ്മളെ വിശ്വാസം അങ്ങനെ തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ ഇങ്ങനത്തെ വിശ്വാസമുള്ള നമ്മളെ പല നിലക്കും അതിനെ ആ വിശ്വാസത്തിന് നമ്മൾക്ക് ചില നിലക്കുള്ളതായ വസാവിസുകൾ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിട്ട് നമ്മളെ വിശ്വാസത്തിൽ തകർക്കാനോ അല്ലെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ശക്തി കുറക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ വിദഈ പ്രസ്ഥാനങ്ങൾ മുഴുവനും. അതുകൊണ്ടാണ് നമ്മളെ കുട്ടികൾ അവരുടെ വിശ്വാസം, അവരുടെ ആചാരം, അവരുടെ കർമ്മങ്ങളൊക്കെ മഹാന്മാരാവുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല നൂറ്റാണ്ടായി പ്രഖ്യാപിച്ച ആ 3 കാലഘട്ടം അല്ലെങ്കിൽ 4 നൂറ്റാണ്ട്, ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസവും അവരുടെ ആചാരവും അവർക്കുള്ള കർമ്മങ്ങളൊക്കെ അനുസരിച്ച് അവിടുന്ന് നമ്മളെപ്പോഴും പറയണം. അപ്പോൾ അതുകൊണ്ട് അതിനെ സംരക്ഷിക്കുകയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ചെയ്യുന്നത്. അതോടുകൂടെ ഈ രാജ്യത്തുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ ഭരണഘടനയിൽ പ്രത്യേകം ഒരു രേഖപ്പെടുത്തിയ ഒന്നാണ് രാജ്യത്തുള്ളതായ ഈ ജനങ്ങളോട് അവരോട് വളരെയധികം നന്മയിലും അവരോട് സഹോദര്യത്തിലും അവരോട് സ്നേഹത്തിലുമൊക്കെ ആയിക്കൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായ ഒരു ചെറിയൊരു അനക്കം പോലും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. അതാണല്ലോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളരെ അധികം സ്വബറിലൊക്കെയാണ് ജനങ്ങളോട് ഇടപെടുന്നത്. അതിൻ്റെ ആളുകൾ എന്ത് പ്രകോപനങ്ങളുണ്ടായാലും അതിന് അതേ നാണയത്തിൽ നമ്മൾ തിരിച്ചടിക്കണില്ല. എന്താ കാരണം? റസൂലുള്ളാഹിൻ്റെ സ്വഭാവ ശൈലി അങ്ങനെയായിരുന്നു. മഹദി ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയലുണ്ട്, എനിക്ക് ദേഷ്യം പിടിച്ച് ഞാൻ റസൂലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വർത്താനമൊക്കെ ഉണ്ടാവും. എന്നാൽ റസൂലിൻ്റെ പുറത്ത് കൊട്ടി പറയുമെന്ന് പറഞ്ഞു, പഠിച്ച തമ്പുരാനെ ഈ പമ്പർന്നോൾക്ക് നീ പുറത്തു കൊടുക്കും, ഇവൾക്ക് നല്ല ബുദ്ധിനെ കൊടുക്കുന്നതൊക്കെ. ഇതാണ് ഇസ്ലാമിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. നമ്മളോട് ഒരാൾ ഏതെങ്കിലും നിലയ്ക്ക് എതിർക്കുകയോ നമ്മളെപ്പറ്റി ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് എതിർക്കുകയൊക്കെ ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് അവരോട് പറയാനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ, അവർക്ക് ഹിദായത്തിനെ കൊടുക്കട്ടെ. ശരിയായ അള്ളാഹു അവർ ഈ പറഞ്ഞതുണ്ടല്ലോ അത് വളരെ തെറ്റാണ്, അതുകൊണ്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്നൊക്കെ.
അപ്പോൾ ആ ഒരു നയത്തിൽ ജീവിക്കേണ്ടവരാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാം. ആ നിലക്ക് ആരിൽ നിന്നും അപശബ്ദങ്ങളോ അല്ലെങ്കിൽ ഈ കാണുന്ന കൂട്ടായ്മ ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ ഈ സദസ്സുകൾ നോക്കി, ഇവിടെ ഞാനുണ്ട്, MT ഉസ്താദുണ്ട്, പാണക്കാടുള്ള തങ്ങന്മാർ, കുറേ തങ്ങന്മാർ പാണക്കാടുള്ളവർ ഇവിടെ ഉണ്ട്, കുമ്പുള്ള തങ്ങന്മാരുണ്ട്, മറ്റുള്ള ഉസ്താദന്മാരുണ്ട്, ഇവിടെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളിലുള്ള പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്, മറ്റ് പല പ്രമുഖ വ്യക്തികളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മളൊരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മക്ക് ഒരു നിലക്കുള്ളതായ പോറലും നമ്മളിന്നുണ്ടാവാൻ പാടില്ല. ആ നിലക്ക് സമസ്ത കേരള ജമീയത്തുലമയുടെ ആശയങ്ങളും ആദർശങ്ങളിലൊക്കെ പൂർണ്ണമായി അടിയുറച്ചു നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ. ഇന്ത്യ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് മതരാഷ്ട്രവാദമൊന്നുമില്ലല്ലോ. ആ മതരാഷ്ട്രവാദത്തെ നമ്മൾ അംഗീകരിക്കണമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഈ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഈ രാജ്യത്തുള്ള ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇതൊക്കെ സമസ്ത കേരള ജമീയത്തുലമയുടെ ലക്ഷ്യങ്ങളിൽ പെട്ടത് തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം വിശുദ്ധമാവുന്ന ശരീഅത്ത്, ആ ശരീഅത്തിൻ്റെ അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ഇവിടെ നിലനിർത്തുക എന്നുള്ളതാണ്. അതിനാവശ്യമാവുന്ന വിദ്യാഭ്യാസ പദ്ധതികൾ, അതൊക്കെ സമസ്ത കേരള ജമീയത്തുലമയുടെ ലക്ഷ്യങ്ങളിൽ പെട്ടത് തന്നെയാണ്. ആ നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുലമ. 100ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് പല പ്രഖ്യാപനങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, പല പ്രമേയങ്ങളുണ്ട്. അതൊക്കെ ഈ അടുത്ത 4 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് അത് പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പ്രമേയങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയും അതിന് ജനങ്ങളോട് പറയുകയൊക്കെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ഈ സംഘടന എല്ലാവിധ അതിൻ്റെ പ്രൗഢിയോടുകൂടി അതിനെ മുന്നോട്ട് നയിക്കാനുള്ള തൗഫീഖ് ഇതിൻ്റെ മഹാന്മാരാവുന്ന സാദാത്തുക്കൾക്കും ഇതിൻ്റെ നേതാക്കന്മാർക്കും ഇതിൻ്റെ പണ്ഡിതന്മാർക്കൊക്കെ അല്ലാഹു നൽകട്ടെ. നമുക്കൊക്കെ അവരൊക്കെ പിന്നിൽ നിന്നും കൊണ്ടിട്ട് ഈ സംഘടനയ്ക്ക് വേണ്ട എല്ലാ ശക്തി നൽകാനുള്ള തൗഫീഖും അല്ലാഹു നൽകട്ടെ. പ്രത്യേകിച്ച് നമ്മളെ മുഷാവറ മെമ്പറായിരുന്ന കോറാട് സൈദാലിക്കുട്ടി ഫൈസി, അദ്ദേഹത്തിലേക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള രോഗമാണ്. ഇവിടെ നമ്മളോടൊപ്പം വരാനൊക്കെ പ്രയാസമുണ്ട്. പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്കും അതുപോലെ നമ്മളെ മഹാന്മാരാവുന്ന പല ഉസ്താദന്മാർ, സമസ്ത മുഷാവറ മെമ്പർമാരിൽ നിന്നുള്ള ചിലരൊക്കെ രോഗികളാണ്, പല ഉമറാക്കന്മാർ രോഗികളാണ്, പല മറ്റു ബന്ധപ്പെട്ട പല രോഗികൾ. എല്ലാവർക്കുള്ള രോഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി കൊടുക്കട്ടെ. അല്ലാഹു അവർക്കും നമ്മൾക്കൊക്കെ ഉള്ള എല്ലാ രോഗങ്ങളെയും ശിഫയാക്കി തരട്ടെ. നമ്മൾക്കും അവർക്കൊക്കെ ഉള്ള ആഖിബത്ത് അല്ലാഹു ഒന്നാക്കി തരട്ടെ. എല്ലാവരും നന്മ ചെയ്യാനും നന്മൻ്റെ പിന്നിൽ നിന്നും കൊണ്ട് അതിനുവേണ്ട സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരുള്ളതായ ഏത് ശക്തികളുണ്ടെങ്കിലും ആ ശക്തികൾക്കുള്ളതായ ആശയങ്ങളും ആദർശങ്ങളൊക്കെ തുറന്നു കാട്ടിക്കൊണ്ടിട്ട് ഇവിടെ നമുക്ക് പ്രവർത്തിക്കണം. അവരെ ഇവിടുന്ന് ആട്ടി ഓടിക്കാൻ വേണ്ടിയല്ല, ഇവിടെ ഈ രാജ്യത്തെ എല്ലാവർക്കും ജീവിക്കാമല്ലോ. നമ്മൾക്ക് ഇവിടുന്ന് ആരെങ്കിലും ഇവിടുന്ന് ആട്ടി ഓടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്കുള്ള വികലമായ അവരുടെ ആശയങ്ങൾ, ആദർശങ്ങൾ അതൊക്കെ തുറന്ന് ശരിക്ക് കാണിക്കണം. അത് നമ്മളെ കുട്ടികൾ ഇസ്തിഖാമ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പൊക്കെ നമുക്കുണ്ട്. അവർ ശക്തമായ നിലക്ക് വിധേയ ആശയങ്ങൾക്കെതിരിൽ ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാ നിലക്കുള്ള സപ്പോർട്ട് നമ്മളിൽ നിന്നുണ്ടാവണം. ആദർശം ഏറ്റവും വലുതാണ്. ആദർശത്തിനെ ശക്തിപ്പെടുത്തണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിനെ ഖബൂൽ ചെയ്യട്ടെ. ഇവിടെ നടക്കുന്ന ഓരോ സംഗതികളെയും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ.